മകളെ തെർമോഡൈനാമിക്സ് പ്രോബ്ലം 5.5 ആണ്. ഓക്കെ, NCERT പ്രോബ്ലം 5.5 ആണ്. If water vaporize is assumed to be a perfect gas, വാട്ടർ ലിക്വിഡ് ഫോമിൽ നിന്ന് വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, അതൊരു പെർഫെക്റ്റ് ഗ്യാസ് ആണെന്ന് പറയാം. അതായത് വേപ്പറൈസേഷൻ ഇങ്ങനെ എഴുതാം, H2O ലിക്വിഡ് എന്തായി മാറുക, H2O ലിക്വിഡ് H2O ഗ്യാസ് ആയി മാറുകയാണ്. H2O ഗ്യാസ് ആയി മാറുകയാണ്. എത്ര ഡിഗ്രിയിലാ? 100 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 373 കെൽവിൻ. 373 കെൽവിനിൽ ഒരു എന്തായി മാറുക, ഒരു 1 മോൾ വാട്ടർ എന്തായി മാറുക, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. റെഡി അല്ലേ? ആ സമയത്തുള്ള എൻതാൽപി ചേഞ്ച് വരുന്നുണ്ട്. എൻതാൽപി ചേഞ്ച്, ഈ സമയത്തുള്ള എൻതാൽപി ചേഞ്ച് അഥവാ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. എത്രയാ? 41 കിലോ ജൂൾ പെർ മോൾ ആണ്. കിലോ ജൂൾ പെർ മോൾ. യെസ്. കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. ഇന്റേണൽ എനർജി ചേഞ്ച് കാണണം. ഇന്റേണൽ എനർജി ചേഞ്ച് കാണാൻ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ഡെൽറ്റ എൻ ആർ ടി, ഇതാണ് നമ്മൾ ഇക്വേഷൻ. നമുക്ക് ഡെൽറ്റ എൻ ഇതാണ് കാണുന്നത്, ഇതാണ് ഡെൽറ്റ യു ആണ് കാണുന്നത്. ഡെൽറ്റ എൻ ആർ ടി ഇവിടെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്താൽ മതി. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, ലിസൺ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി എന്നെടുക്കുക. ക്ലിയർ അല്ലേ? ഡെൽറ്റ എച്ച് എത്ര എന്നാൽ 41 ജൂൾ ആണ്. 41 കിലോ ജൂൾ ആണ്. കിലോ ജൂളിന് ജൂളിലേക്ക് മാറ്റിയാൽ മതി. ഇൻറ്റു 10⁵3 ഇട്ടാൽ മതി. കാരണം ആറിന്റെ വാല്യൂ ജൂളിലാ, ഈ ആറിന്റെ വാല്യൂ എന്തിലുള്ള, ജൂളിലാ. സോ ആറിന്റെ വാല്യൂ ജൂളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റണം. മൈനസ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് 1 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് 0 ആണ്. ഇവിടെ ലിക്വിഡ് ആണ്. അപ്പൊ ഡെൽറ്റ എൻ കാണണം. ഡെൽറ്റ എൻ എങ്ങനെയാ കാണുന്നത് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് 1 ആണ്. 1 നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ട് 0 ആണ്. 1 - 0 = 1 ആണ്. സോ ഡെൽറ്റ എൻ കിട്ടി, 1 കിട്ടി. ക്ലിയർ അല്ലേ? 1 ആർ എത്ര? 8.314. അത് ജൂളിലാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് മറ്റേത് കിലോ ജൂളിൽ നിന്ന് ജൂളിലേക്ക് മാറ്റി. ടി എത്രയാ? 373 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ 373 കെൽവിൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കിലോ ജൂളാണ്. കിലോ ജൂളിന് ജൂളിലേക്ക് മാറ്റണമെങ്കിൽ ഇത് കിലോ ജൂളാണ്. നമുക്ക് ജൂൾ പെർ മോൾ ആക്കണം ആൻസർ. ഓക്കെ.